ഹലോ, എന്തൊക്കെയാ എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ സൈറ്റിൽ കോൺക്രീറ്റിലാട്ടോ. അപ്പോൾ കോൺക്രീറ്റാണ്ട് മുതലാളിമാരൊന്നും ഇവിടെ എത്തിയില്ല രാവിലെ തന്നെ. അപ്പോൾ നമ്മൾ മുതലാളിമാർ കാത്തുനിന്നുണ്ട്. എന്താ പറയുക, നമ്മളെ സമയമായിട്ട് പോയി. അതുകൊണ്ട് നമ്മൾ തന്നെ തുടങ്ങി ഐശ്വര്യമായിട്ട് ബിസ്മിൻ തുടങ്ങി. നമ്മളെ കയ്യിൻ്റെ അത്ര ഒത്ത കൈ ഇപ്പോൾ വേറെ ഉണ്ടോ? ഉണ്ടാവില്ല. നമ്മളിത് എന്നും ഇട്ടിങ്ങാണ്ട് നമ്മളെ കൈയൊക്കെ തയമ്പായി പോയിന്. അതുകൊണ്ട് പ്രശ്നമില്ല, നമ്മൾ തന്നെ ഇട്ടാൽ മതി. ഞാൻ വർക്കത്താണ്, കുഴപ്പമില്ല. നമ്മൾ പുറക്കാരുടെയൊക്കെ സമ്മതമൊക്കെ ചോദിച്ച് നമ്മൾ ഇട്ടാണ്. മൊരാളി ഇവിടെ ഇല്ല, മൊരാളി പീടിയിലായിട്ട് പോയതാണ്. അതുകൊണ്ട് നമ്മൾ തന്നെ എന്ത് ഫസ്റ്റ് ചട്ടിയൊക്കെ ഇട്ട് ബിസ്പിഞ്ചരി ചട്ടിയൊക്കെ ഇട്ട് നമ്മളെ പരിപാടിയായിട്ട് തുടങ്ങി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കഥകൾ. അപ്പോൾ ഇത്രോൾക്കും ഏരിയ കോൺക്രീറ്റ് ചെയ്യാൻ ഇത്രോൾക്കും ഉണ്ടായിരുന്നില്ല. ഈ ചെറിയൊരു പണി എന്ന് പറഞ്ഞാൽ അത് വലിയ റിസ്ക് തന്നെയാണ്. വലിയ വലിയ പണികളാകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അതിനുള്ള പണിക്കാരും ആൾക്കാരും ഇതൊക്കെ ഉണ്ട്. ഈ ചെറുതാകുമ്പോൾ എന്താ വെച്ചാൽ ആൾക്കാർ കുറയും, നമ്മൾ ഭയങ്കര റിസ്ക് ആയിരിക്കും. അതാ അതിൻ്റെ പ്രശ്നങ്ങൾ. ഒരു 20 ചാക്കിൻ്റെ പണിയുണ്ട് ഇവിടെ. 20 ചാക്ക് സിമെൻറ്റിലേക്ക് നമ്മളിവിടെ 100 ഫൂട്ട് മെറ്റൽ ഇറക്കിന്. നമുക്ക് ഈ 100 ഫൂട്ട് മെറ്റലിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടാവില്ല. നമുക്ക് ഇത് കോൺക്രീറ്റ് ചെയ്യാൻ ഏകദേശം ഒരു 80 ഫൂട്ട് ആവശ്യത്തിൽ വരുള്ളൂ. 80 ഫൂട്ട് മെറ്റൽ 20 ചാക്കിന്. ഓക്കെ, അപ്പോൾ നമുക്ക് നിസാനിൽ വരുമ്പോൾ അതെന്തായാലും 100-120 ഫൂട്ട് വരെ വരും. പക്ഷെ ഇവിടെ കണ്ടമാനം ഇവിടെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്ഥലം എന്തായിരിക്കും, ബ്ലോക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത്, ആദ്യം മെറ്റലും രണ്ടാമത് എംസാൻഡും അടിച്ചത്. അപ്പോൾ നമുക്ക് ഈ എംസാൻഡ് കുറേ ബാക്കിയുണ്ടാവും. എംസാൻഡ് ഇത് 100 ഫൂട്ട് അടിച്ചത്. 100 ഫൂട്ട് എംസാൻഡ് ആവശ്യമില്ല. എംസാൻഡ് നമ്മൾ ഏകദേശം ഒരു 60 ഫൂട്ടേ വരുള്ളൂ. 55-60 ഫൂട്ട് നമുക്ക് വരുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള എംസാൻഡ് നമുക്ക് പടവിനുള്ളതാണ്. അപ്പോൾ ഇനി പടവ് ചെയ്യാനുള്ള എംസാൻഡ് ഇതിലായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും മെറ്റൽ തട്ടാം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ആദ്യം മെറ്റൽ ഇറക്കിയിട്ട് എംസാൻഡ് തട്ടിയത്. മറ്റേ എംസാൻഡ് ഉള്ളിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ ആകുമ്പോൾ എന്താണ് വിഷയമില്ല. ഒക്കെ ഓരോ നേക്കിൽ പരിപാടികളായിട്ട് തീർന്നിട്ടും. അപ്പോൾ നമ്മൾ 20 ചാക്ക് നമ്മൾ കൊണ്ടുവന്ന് 18 ചാക്ക് അവിടെ വെച്ച് 2 ചാക്ക് നമ്മൾ മാറ്റി വെച്ചാൽ, കാരണം അഥവാ ബാക്കിയൊക്കെ വരികയാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. ആ പൊക്കോ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു ഇടങ്ങാറാണ്. അപ്പോൾ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഇത് വാർക്കാൻ വേണ്ടി നമുക്ക് ഏകദേശം ഒരു 50 ഉറുപ്പ്യോളം തന്നെ നമുക്ക് ഇതിനൊരു ചിലവ് വരും. മെറ്റൽ, എംസാൻഡ്, സിമെൻറ്റ്, കൂലി ഒരു 50-50ൻ്റെ മുകളിൽ എന്തായാലും പോവും. ഈ ചെറിയ പണിയാന്ന് പറഞ്ഞിട്ട് അല്ല, ഈ നമ്മൾ എക്സ്ചേഞ്ച് രണ്ടാമത് വാർത്ത് കൊണ്ടുവരുന്ന പണികൾ കൂടുതൽ. അന്നത്തെ ഒറ്റടി ഡയറക്റ്റ് വാർത്ത നമ്മൾ ഫസ്റ്റ് മുതലേ പുതിയ പണി പോരാണെങ്കിൽ അത് പണി കുറയും. ഇതൊക്കെ മോശം. ഇവിടെ സംബന്ധിച്ച് വല്ലാണ്ട് പണി അങ്ങനെ വന്നില്ല കേട്ടോ. നമുക്ക് ലേസിന് വന്ന് ഇവിടെ കുത്തുന്ന ഒരു പണികളെ എക്സ്ട്രാ വന്നുള്ളൂ. അല്ലാണ്ട് നമ്മൾ ജോയിൻ ചെയ്ത് വാർക്കുന്ന സ്ഥലത്തൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണുണ്ടാലേ. ഇവിടെ അങ്ങനത്തെ ഇടങ്ങേറും കാര്യം നമ്മൾ വന്നില്ല. അപ്പോൾ നമ്മളിന്നിവിടെ പണിക്കാർ നമ്മൾ 5 പണിക്കാർ, നമ്മൾ 7 ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ബംഗാളിയൊക്കെ ഫുള്ള് ആവേശത്തിലാണ്. അല്ല പിന്നെ എന്താ വെച്ചാൽ നമ്മളിപോലെ കൂടെ നമ്മളെന്താ അറിയോ, ഒരു ആവേശമാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓൽക്കൊരു ആവേശം പണിയെടുക്കാനുള്ളത്. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യുക, നമ്മൾ പണികൾ തീർക്കാം. ഇൻഷാ അല്ലാഹ് ഏകദേശം ഈ ഒരു പണി 1-1.25 ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു പണി തീർക്കാം. 20 ചാക്കിൻ്റെ പണി നമ്മൾ ഇത്ര ആൾക്കാർ 7 ആളുണ്ട്, അതുകൊണ്ട് നമ്മൾ തീർക്കാം, വിഷയമില്ല. അതാണ് ഇതിൻ്റെ കഥകൾ. പിന്നെ ഈ മെറ്റലിനെ സംബന്ധിച്ച് പറയുമ്പോൾ മെയിൻ സ്ലാബിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ 4 ഇഞ്ച് കനമുള്ള സ്ലാബ് വാർക്കുന്ന സമയത്ത് നമുക്കത് 90 ഫൂട്ട് മെറ്റൽ വരും. ഇത് നമുക്കത് വരില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇതിന് കംപ്ലീറ്റ് ഗർഭവും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. മൊത്തം ഗർഭിൻ്റെ കളിയാണ്. ഉള്ളിൽ പടവ് ചെയ്യാനുള്ള ഗർഭ് പുറത്ത് അവിടെ റെഡ്യൂസറൊക്കെ വെച്ച് ഇങ്ങോട്ട് 4 ഇഞ്ചിൻ്റെ ഗർഭ് വെച്ചിന്. അല്ല, ഇത് നല്ലതാണ്. ഈ ഗർഭ് വെക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില പണ്ടൊക്കെ ഉണ്ടായി കംപ്ലീറ്റ് ചുറ്റും സൺസൈഡിന് വെക്കുന്നത്. ഇതിനുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കണ്ട് നമ്മൾ ഈ സൺസൈഡിന് ഇവിടെ ഗർഭ് വെച്ചിന്. സൺസൈഡിനൊക്കെ ഗർഭ് വെച്ചാലുള്ള വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലമൊക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ ഫുള്ള് ഈ ഏരിയത്തിലുള്ള മരങ്ങളുള്ള ഇലകളൊക്കെ ഉണ്ടല്ലോ, ഇലകൾ കംപ്ലീറ്റ് ഇതിൽ തൊയിഞ്ഞിങ്ങാട്ടി അവിടെ കിടക്കും. എന്നിട്ട് ഈ വരുന്ന വെള്ളം ഫുള്ള് അവിടെ കെട്ടി നിന്നിട്ട് കുംത്തെന്ന് പറഞ്ഞാൽ ആകെ നാശമായി കളവും. അതാണ് ഇതിൻ്റെ പ്രശ്നം. പിന്നെ ഈ ഒരു ഫ്രണ്ട് ഏരിയയിൽ പിന്നെ എന്തായാലും അതൊരു നിർബന്ധമാണ്, അതൊരു ഭംഗിയാണ് കാണാൻ. പിന്നെ ഇത് കോൺക്രീറ്റ് ലെവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാ നൂലൊക്കെ കെട്ടി ലെവൽ ആ പരിപാടി നടക്കില്ല. കാരണം നമ്മൾ റെഡ്യൂസർ രണ്ട് അറ്റത്താണിട്ടത്. ഒരു റെഡ്യൂസർ കണ്ടോ, ആ മൂലയിലിട്ടത്. ഈ മൂല റെഡ്യൂസറും ഇതിൻ്റെ ഇങ്ങേ ഭാഗം ഈ ഓപ്പോസിറ്റ് സൈഡ് ഇതാ ഈ അറ്റത്താണ് നമ്മൾ എന്ത് ചെയ്തത്, ഒരു റെഡ്യൂസർ കൊടുത്തത്. ഈ 2 അറ്റത്തും നമ്മൾ റെഡ്യൂസർ കൊടുക്കാനുള്ള കാരണം ഇവിടെ ഒരു ഷോവാളുണ്ട്, അവിടെ ഒരു ഷോവാളുണ്ട്.
ഈ രണ്ടറ്റത്ത് ഷോവാൾമലൂടെ നമുക്ക് പൈപ്പ് ഇറക്കാൻ വേണ്ടി നമ്മൾ പൈപ്പ് ഇട്ടത്. പക്ഷെ ഇത് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നൂല് കെട്ടി ലെവൽ ചെയ്യാൻ കഴിയില്ല. ഇത് നമുക്കൊരു ലെവൽ മാത്രമേ ലെവൽ ചെയ്യാൻ കഴിയുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോഴേ നമുക്ക് എന്താവുള്ളൂ, വെള്ളം കറക്റ്റ് പോക്കായുള്ളൂ. നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താവും, ലേശം കനം കൂടേണ്ടി വരും. കോൺക്രീറ്റിന് ലേശം കനം കൂട്ടും. അതിനനുസരിച്ച് നമ്മൾ കണ്ടറിഞ്ഞ് പിടിക്കേണ്ടി ലെവൽ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് കുഴപ്പമില്ല, നല്ല അത്യാവശ്യം നല്ല തെറ്റ് സ്ലോപ്പും കാര്യങ്ങളും കൊടുത്തിന്. ഇതൊക്കെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് സ്ലോപ്പ് ഇതിൽ ഇട്ട് കഴിഞ്ഞില്ലെങ്കിൽ പിന്നേക്ക് ബുദ്ധിമുട്ടാക്കണോ. ഇപ്പം നമ്മളെ പണി ഫുള്ള് കഴിഞ്ഞ് ഫുള്ള് കോൺക്രീറ്റ് ഗർഭ് കംപ്ലീറ്റ് കോൺക്രീറ്റ് നല്ലോണം ഒരതി വെള്ളം ഫുള്ള് വന്നിക്കണോ. കംപ്ലീറ്റ് വെള്ളം റെഡ്യൂസറിൻ്റെ അടുത്തേക്കാണ് വന്നിക്കണേ കണ്ടോ. നല്ല സ്ലോപ്പ് ഉണ്ട്, ഒരു പ്രശ്നമില്ല. ഇത് പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് സ്ലോപ്പ് ഇട്ടില്ലെങ്കിൽ നമ്മൾ കുമ്മായിട്ട് നമ്മൾ സ്ലോപ്പാക്കിയിട്ട് കാര്യമില്ല. അതൊരു 3-4 കൊല്ലം ഇങ്ങോട്ട് കഴിയുമ്പോൾ ആ സാധനം ഇങ്ങോട്ട് പൊള്ളി പോരെ ചെയ്യുക. ഇത് കോൺക്രീറ്റിൽ തന്നെ നമ്മൾ മാക്സിമം എന്ത് ചെയ്യണം, സ്ലോപ്പ് അടിച്ച് കൊണ്ടുവരണം കണ്ടോ. ഈ ഏരിയയിലൊക്കെ ഒരു പ്രശ്നമില്ല, കംപ്ലീറ്റ് വെള്ളം ഇതാ ഇവിടെ വന്ന് കെട്ടിക്കിടക്കാണ്. അങ്ങനെ വെള്ളം ഫുൾ അവിടെ വന്ന് കെട്ടിക്കിടന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതേപോലെ തന്നെ അതവിടെ ഈ റെഡ്യൂസറിൻ്റെ അടുത്ത് അതേമാതിരി തന്നെയാണ്. ഈ ഒരു ഏരിയയിലുള്ള വെള്ളം കംപ്ലീറ്റ് കണ്ടോ, ഈ ഒരു ഏരിയയിൽ ഫുള്ള് ഇങ്ങോട്ടേക്കും ബാക്കിയുണ്ട്. ഇത് ഏകദേശം ഈ കറക്റ്റിനാണ് ഇങ്ങോട്ട് മറിച്ചത്, ഇവിടുന്ന് അങ്ങോട്ട് മറിച്ചതാണ്. 2 രീതിയിലുള്ള ലെവലിംഗ് ആണ് ഈ സ്ലാബിൻ്റെ മുകളിൽ വന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ നോക്കുന്ന സമയത്ത് അത് കറക്റ്റായിരിക്കും, മോൾ ഭാഗം പിന്നെ ആർക്കും കാണാൻ കഴിയില്ലല്ലോ. അതേപോലെ തന്നെ ഈ മൂല കണ്ടോ, ഈ മൂലൊക്കെ നമ്മൾ നല്ല ചെരിച്ച് കോൺക്രീറ്റ് ഉണ്ട്. ഇത് ചെരിച്ച് കോൺക്രീറ്റിലുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളിലൂടെ വെള്ളം ഇറങ്ങി കാണും. അങ്ങോട്ടേക്ക് ചുമരിൻ്റെ ഉള്ളിലൂടെ കല്ല് കുടിച്ച് വെള്ളം ഇറങ്ങി കാണും. അതില്ലാണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ മൂലയിൽ ചെരിച്ച് ടൈറ്റ് കോൺക്രീറ്റ് ഇട്ടത്. അവിടെ നമ്മൾ ലൂസ് കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൂസ് കോൺക്രീറ്റ് അവിടെ ഇങ്ങോട്ട് ഒലിച്ചു പോരും. അതുകൊണ്ട് ടൈറ്റ് കോൺക്രീറ്റ് ഇട്ടിങ്ങാണ്ട് നമ്മൾ പിടിക്കുന്നത്. പിന്നെ കംപ്ലീറ്റ് നമ്മൾ രണ്ടാമതൊക്കെ കരുതി ഫുള്ള് വൃത്തിയാക്കി വെച്ചതാണ്. ഫുള്ള് എന്താണ് കണ്ടീഷന്, വല്ലാത്ത ജാതി. അതാണ് വർക്ക്. ഓരോ വർക്ക് നമ്മൾ ചെയ്യുമ്പോഴും അതിൻ്റെതായ റൂട്ടിൽ ചെയ്യുമ്പോൾ എന്താവുള്ളൂ, അത് തൃപ്തിയാവുള്ളൂ. നമുക്ക് മാത്രമല്ല വീട്ടുകാർക്കും തൃപ്തിയാവുള്ളൂ. അപ്പോഴേ നമ്മൾ പണിയെടുക്കുന്ന പൈസ വാങ്ങുമ്പോൾ അതൊരു തൃപ്തിയാവുള്ളൂ. അല്ലെങ്കിൽ എന്താ അറിയോ, ഒരു എക്കാച്ചക്കായിട്ട് മാറും. നമ്മൾ വർക്ക് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എത്രയും നമ്മൾ ചോദിക്കുക വിഷയമല്ല. പക്ഷെ വർക്ക് കറക്റ്റായിരിക്കണം, അല്ലെങ്കിൽ എന്താ പറയുക, അതൊക്കെ വലിയ പ്രയാസമാണ്. അതേപോലെ ഈ ബീമുകളൊക്കെ ഫുള്ള് കെട്ടിമ്പിട്ട് ഫുള്ള് റെഡിയാക്കി. ഒരൊറ്റ സപ്പോർട്ട് നമ്മൾ അടിച്ചില്ല, കംപ്ലീറ്റ് കെട്ടിമ്പിൻ്റെ മുകളിലാണ് നിർത്തിയത്. കെട്ടിക്കമ്പി ആകുമ്പോൾ എന്താ വെച്ചാൽ 2 പ്രത്യേകത ഉണ്ട്. ഈ ഉൾസൈഡും അറിയില്ല, പുറ സൈഡും അറിയില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, കോൺക്രീറ്റിൻ്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ബംഗാളീസ് കൊണ്ടുവന്ന് കോൺക്രീറ്റ് ചെരിയുന്ന സമയത്ത് കെട്ടമ്പി ലൂസായി പോകും. അത് നമ്മൾ മെല്ലെ വാങ്ങി ചെരിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല, നല്ല വൃത്തിയിൽ നല്ല മിയായിരിക്കും. ഓക്കെ, അതാണ് അതിൻ്റെ സ്ഥിതികൾ. ഈ മൂലൊക്കെ നമ്മൾ നല്ലോണം കോൺക്രീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടോ, 4 ഇഞ്ച് കനത്ത് തന്നെ ചെരിച്ച് കോൺക്രീറ്റിന്. അതല്ലെങ്കിൽ എന്തായാലും അതിൽ ലീക്ക് വരും. കാരണം ഇതിൽ മുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സമയത്ത് ഇപ്പം തന്നെ വരും. കാരണം നമ്മൾ ഈ ഗർഭ് വെച്ചതിനോട് 2 ദിവസം നല്ല വെള്ളം കെട്ടി നിർത്തും. ഈ വെള്ളം കെട്ടി നിർത്തുമ്പോൾ അതിനുള്ളിലൂടെ സൈഡിലൂടെ വെള്ളം ഇറങ്ങിയാട്ട് പുറക്കാർ തോന്നുന്നത് എന്താ ലീക്കാണ് വിചാരിക്കും. അതാണ് അതിൻ്റെ പ്രശ്നങ്ങൾ. കുഴപ്പമില്ല, നല്ല ചെരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിത് പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് വെള്ളം പോയിക്കോളും, ഒരു പേടിക്കേണ്ടിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കഥകൾ. പിന്നെ AC സിമെൻ്റാണ് ഉപയോഗിച്ചത്. AC സിമെൻറ്റ് നല്ല സിമെൻറ്റാണ്. ഈ ഒരു സമയത്ത് ഏതായാലും ഇവിടെ വെയിലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിനോട് AC സിമെൻറ്റാണ്. എന്തായാലും ACCൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെള്ള നിറം പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ACC അൾട്രാടെക്കൊക്കെ വെള്ള നിറമായിരിക്കും. മലബാറും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.